ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ്. ഇസ് മീ ടിനു വർഗീസ്. ഓക്കെ, ഇപ്പം ഞാൻ കങ്കുവ കണ്ടിട്ടൊന്ന് വന്നതേ ഉള്ളൂ. ചെങ്ങന്നൂർ സി സിനിമാസിലായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഈ ഒരു ഫിലിം ഞാൻ അമിത പ്രതീക്ഷ വെക്കാതെയാണ് പോയത്. അപ്പം അമിത പ്രതീക്ഷ വെക്കാതെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ഞാൻ ഏറ്റവും അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൊമേഴ്ഷ്യൽ ഫിലിമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡിയോ ഫിലിം എന്ന് പറഞ്ഞാൽ 24 ഫിലിമാണ്. ടു ബി ഫ്രാങ്ക്, എനിക്ക് തമിഴ് ഫിലിമുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് സൂര്യ. അദ്ദേഹം കേരളത്തിൽ വന്ന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിലാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ക്രൗഡും കാര്യങ്ങളും ഒക്കെ നമ്മളൊരു കങ്കുവയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ലുലുവിൽ വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ സിനിമയെക്കുറിച്ച് പറയാമെന്ന് ശിവയുടെ എന്താ പറയുക, പത്തറ്റിക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഈ എക്സ്പീരിയൻസിലോട്ട് പോവുകയാണെങ്കിൽ കൂടി വേറൊരു കാര്യം ഞാൻ ചിന്തിച്ചത്, വെറും 30 കോടി, വെറും 30 സംതിങ് കോടി എങ്ങോട്ടാന്ന് തോന്നുന്നു മലയാളത്തിൽ ഈ അടുത്ത് ഇറങ്ങിയ ARMന്, അത് തന്നെ അജയൻ്റെ 2ാം മോഷണം. അത് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നൽകിയത്. അപ്പോഴാണ് നമ്മൾ മലയാളം ഇൻഡസ്ട്രിയും തമിഴ് ഇൻഡസ്ട്രിയും തമ്മിലുള്ള എന്തോ ഈ ചെയ്തു വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാലും എനിക്ക് വളരെ പത്തറ്റിക്കായിട്ട് തോന്നി. പിന്നെ ഞാൻ ഏതായാലും ഇതിൻ്റെ മലയാളം വെർഷൻ ഒന്ന് കാണണമെന്നുണ്ട്. പിന്നെ റിലീസ് ടൈമിൽ പോയി ഈ ഒരു കങ്കുവ തമിഴ് വെർഷനും കൂടെ കണ്ടെന്നുണ്ട്. മലയാളം വെർഷൻ ഇവിടുന്ന് അവൈലബിളായിട്ട് വന്നിട്ടില്ല. എൻ്റെ അടുത്തുള്ള ഏരിയയിലുള്ള എൻ്റെ മലയാളം വെർഷനും കൂടെ ഒന്ന് കാണണമെന്നുണ്ട്. മലയാളം വെർഷനും കാണും. പക്ഷെ എന്ത് പറയാനാന്ന് നോക്കണേ, നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിഷ്വലും കാര്യങ്ങളും ഒക്കെ, ഗ്രാഫിക്സും ഒക്കെ, ഒരുപാട് VFX ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്ന നല്ലൊരു വിജയം കൈവരിക്കുന്ന ഒരു ഫിലിമാണെന്ന് ഞാൻ കരുതി. അമിതമായിട്ട് പ്രതീക്ഷിക്കാതെ പോയി എന്ന് കാണുമോ, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിവേ, താങ്ക്സ്.